ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിപ്പം ഒരു കാര്യം കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ്. നമ്മൾ അന്ന് എനിക്ക് ഡേറ്റ് പോലും ഓർമ്മയില്ല. നമ്മുടെ ഈ പുള്ളിക്കോഴിക്ക് അടയായപ്പോൾ നമ്മളൊരു 4 മുട്ട ആകെ ഇവിടെ ഉള്ളായിരുന്നു. ആ 4 മുട്ട നമ്മൾ അട വെച്ച് കൊടുത്തായിരുന്നു. അട വെച്ച് കൊടുത്തതിൽ നമുക്ക് ആണ്ടി ഇന്നലെ ഒരു നേക്കട് നെക്ക് ഒരു സുന്ദരിക്കുട്ടി കണ്ടു. ഒരു നേക്കട് നെക്ക് ഒരു സുന്ദരിക്കുട്ടി, പിന്നെ ഒരു സുന്ദരിയും കൂടി ഉണ്ട്. ആ സുന്ദരി കാച്ചി തരാം. ആ സുന്ദരി ഉണങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. കണ്ടോ, ആണ്ടി വേടൊരു സുന്ദരി കണ്ടോ. ഉണങ്ങി സുന്ദരി ആകുമ്പോൾ വേറൊരു വീഡിയോ ഇട്ട് തരാം കേട്ടോ ഗ്യാസ്. അപ്പം ഇതാണ് അങ്ങനെ നമ്മുടെ രണ്ട് പപ്പുണ്ണികൾ ഉണ്ടായിട്ടുണ്ട് 4 മുട്ടയിൽ. ബാക്കി 2 മുട്ട എനിക്ക് തോന്നുന്നു പോയി. 4 മുട്ടയിൽ 2 മുട്ട മോശമായിരുന്നു തോന്നുന്നു, അത് വിരിഞ്ഞില്ല. അപ്പോൾ 2 മുട്ടയാണ് വിരിഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മുടെ അങ്ങനെ പുള്ളിക്കോഴി സുന്ദരിക്കുട്ടി അമ്മയായിട്ടുണ്ട്. 2 കുഞ്ഞുമക്കളാണുള്ളത്. അപ്പം ഞാൻ വിചാരിക്കണു ഇവിടെ അടുത്ത് ഒരു പാർട്ടി പറഞ്ഞു അവരുടെ വീട്ടിലിങ്ങനെ കോഴി മുട്ട വിരിഞ്ഞിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു അതിൽ നിന്ന് കുറച്ച് കുഞ്ഞുങ്ങളെയും കൂടെ മേടിച്ച് ഇവൾക്ക് കൂട്ടത്തിലിട്ട് കൊടുത്താലോ എന്നിങ്ങനെ ആലോചിക്കണം. അപ്പോൾ ഇവൾ ഇത്രയും നാൾ അടയിരുന്നതല്ലേ, അപ്പം അവൾക്ക് ആ കുഞ്ഞുങ്ങളെ നോക്കി എടുക്കുകയും ചെയ്യാം എന്നുള്ളൊരു ധാരണയിലൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ പറ്റുമെങ്കിൽ അതും കൂടെ മേടിച്ച് ഇവളുടെ ഈ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിലാക്കി കൊടുക്കണം. അപ്പോൾ ഇവൾ നോക്കിയെടുത്തോളുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ സുന്ദരിക്കുട്ടി അടയൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. 2 കുഞ്ഞുമക്കളാണ് ഉള്ളത്. പിന്നെ വേറൊരുത്തി കണ്ട് നമ്മുടെ വയറ്റില്ലേ കണ്ടോ, അവൾ അടയായി കേട്ടോ. പക്ഷെ ഞാൻ മുട്ടയൊന്നും വെച്ച് കൊടുത്തിട്ടില്ല. കഞ്ഞിപ്പിടയ്ക്ക് അങ്ങനെ മുട്ട വെച്ച് കൊടുത്ത വിരിയോ എന്നെനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ വെച്ച് കൊടുത്തില്ല. അതിനിപ്പോൾ ആരെങ്കിലോടൊന്ന് ചോദിച്ചിട്ട് വേണം വെച്ച് കൊടുക്കാൻ. വെച്ച് കൊടുക്കണമെന്ന് എനിക്കുണ്ട്, പക്ഷേ വിരിയോ എന്താണെന്നൊന്നും അറിയില്ലാത്തതുകൊണ്ട് ഞാൻ വെച്ച് കൊടുത്തില്ല. പിന്നെ നമ്മുടെ കാടകളുടെ സ്ഥിതിയാണെങ്കിൽ, കാട എന്ന് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ തൽക്കാലത്തേക്കൊരു ഇതെന്ന് പറഞ്ഞ പോലെ, തൽക്കാലത്തേക്ക് നമ്മൾ ആ ഇരുന്നിരുന്ന പഴയ കൂട് ഒരു ചെറിയ 3-4 കമ്പൊക്കെ വെച്ച് അതിൻ്റെ മണ്ടയിൽ അവരുടെ കൂടെടുത്ത് വെച്ച് കെട്ടി ഒക്കെ അവരെ ഇട്ടേക്കാണ്. അപ്പോൾ ഈ വല ഇങ്ങനെ ഇട്ടേക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കാക്കയ്ക്ക് ഭയങ്കര താല്പര്യമാണ് ഇവരുടെ തല കൊത്തിക്കൊണ്ടുപോകാൻ. അപ്പോൾ തല കൊത്തിയെടുത്തുണ്ടോ കണ്ടോ. അപ്പോൾ അന്ന് വന്നപ്പോൾ കുഞ്ഞുങ്ങളായിരുന്നു, 1 മാസമൊക്കെ ഉള്ളായിരുന്നു. ഇപ്പം ഇച്ചിരിയൊക്കെ വളർന്ന് കിട്ടിയിട്ടുണ്ട് കണ്ടോ. പിന്നെ പറയുമ്പോൾ വെച്ചാൽ കുറച്ചൊക്കെ ഡെഡായി പോയി കേട്ടോ. നമുക്ക് മുഴുവനും അങ്ങ് കിട്ടിയിട്ടൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഒക്കെ കിടക്കണു ഗ്യാസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ പുറകെയുള്ള വിശേഷങ്ങളെല്ലാം ഇട്ടുതരാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.